Good morning, students. We are going to discuss about the topic multiple alleles. What is multiple allele? The multiple alleles occurs when the multiple forms of a gene or alleles are located on the same locus or same position and control a character or phenotype. So when multiple forms of a gene are present in the same locus or loci, they control a phenotype. This is known as the multiple alleles. So one phenotype is coded by many alleles which are located on the same chromosome or same position in the chromosome. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ അല്ലേൽ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ക്യാരക്ടറിന് രണ്ടിൽ കൂടുതൽ ജീൻസ് വെച്ച് കോഡ് ചെയ്യാം. ആ ജീൻസ് ക്രോമസോമിൻ്റെ ഒരേ പൊസിഷനിലാണ് ഉണ്ടാകുക. അപ്പോൾ അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അല്ലേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്നത് രണ്ടിൽ കൂടുതൽ അല്ലേൽസ് വെച്ചിട്ടാണ്. ആ അല്ലേൽസ് ഒരു ക്രോമസോമിൻ്റെ ഒരേ പൊസിഷനിലാണ് ഇവരൊക്കെ ഉണ്ടാകുക. അപ്പോൾ എക്സാമ്പിളാണ് ഹ്യൂമൻ ബ്ലഡ് ടൈപ്പ്, കോഡ് കളർ ഇൻ റാബിറ്റ് ആൻഡ് RH ഫാക്ടർ ഇൻ ഹ്യൂമൻ. അപ്പോൾ ഒരു ക്യാരക്ടറിന് പല ജീൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജീൻസിനെ കൊണ്ട് കോഡ് ചെയ്യുന്നതിനാണ് മൾട്ടിപ്പിൾ അല്ലേൽ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീങ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബ്ലഡ് ടൈപ്പിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ കോഡ് കളർ ഇൻ റാബിറ്റ്, പിന്നെ RH ഫാക്ടർ ഇൻ ഹ്യൂമൻ. ദ ഫസ്റ്റ് വൺ ഈസ് ദി ഹ്യൂമൻ ബ്ലഡ് ടൈപ്പിംഗ്. The humans have blood group A, B, AB and O, and human blood type is determined by 3 antigens, that is IA, IB and I0. So it is an example for multiple allele. So when only antigen A is present, it codes for blood group A. When only antigen B is present, it codes for blood group B. When both antigen A and B is present, it codes for blood group AB and it does not contain any antibody. Whereas the O blood group does not contain any antigens but consists of antibody, anti-A and anti-B. So the IA blood group is coded by the two genes IA or IA small I. B blood group is coded by 3 genes, that is IB or IB small I, whereas the AB blood group is coded by the genes IA and IB. So the example for multiple alleles is human blood groups AB and O. The blood group in human beings is coded by 3 genes IA, IB and I0. Since it is coded by 3 genes, it is an example for multiple alleles. So the blood group A consists of antigen A and antibody B, whereas it is coded by the alleles either IA small I or IA. The blood group B consists of antigen B. It is coded by the alleles IB small I or IB. Blood group AB is coded by the genes IA, IB and it consists of antigens both A and B but it lacks antibody. Whereas the blood group O group consists of no antigens. It's coded by the genes I0 but it contains antibody against it. ഇപ്പോൾ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങനെ ഹ്യൂമൻ ബ്ലഡ് ടൈപ്പാണ് മൾട്ടിപ്പിൾ അല്ലെൽസിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ ഹ്യൂമൻസിൽ 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഹ്യൂമൻസിൽ ബ്ലഡ് ഗ്രൂപ്പ് A, ബ്ലഡ് ഗ്രൂപ്പ് B, ബ്ലഡ് ഗ്രൂപ്പ് AB ആൻഡ് ബ്ലഡ് ഗ്രൂപ്പ് O. അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പ്സിനൊക്കെ കോഡ് ചെയ്യുന്നത് 3 ജീൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 3 അല്ലെൽസ് വെച്ചിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ്സിനെ കോഡ് ചെയ്യുന്നത് IA, IB ആൻഡ് I0. അപ്പോൾ 3 അല്ലെൽസ് വെച്ച് കോഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഹ്യൂമൻ ബ്ലഡ് ടൈപ്പിനെ മൾട്ടിപ്പിൾ അല്ലെൽസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് A, ഇപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് A ആൻറ്റിജനാണ് ഉണ്ടാകുക, ആൻറ്റിബോഡി B ആണ് ഉണ്ടാകുക, അല്ലെങ്കിൽ ആൻറ്റി-B ആണ് ഉണ്ടാകുക. അവർക്ക് ആ A ബ്ലഡ് ഗ്രൂപ്പിനെ കോഡ് ചെയ്യുന്ന ജീൻസ് ഒന്നെങ്കിൽ IA ആയിരിക്കും, അല്ലെങ്കിൽ IA I0 ആയിരിക്കും.
ഇതിൽ I0 എന്ന് പറയുന്നത് റിസസീവ് ആണ്, അതുകൊണ്ട് തന്നെ അത് എക്സ്പ്രസ് ചെയ്യൂല. I0യിൽ IA ആണ് എക്സ്പ്രസ് ചെയ്യുക. പിന്നെയുള്ളത് ബ്ലഡ് ഗ്രൂപ്പ് ബി. ബ്ലഡ് ഗ്രൂപ്പ് ബിയിൽ ആൻറ്റിജൻ ബി ആയിരിക്കും, ആൻറ്റിബോഡി ആൻറ്റി-A ആയിരിക്കും. അത് കോഡ് ചെയ്യുന്ന ജീൻസ് IB സ്മോൾ I അല്ലെങ്കിൽ IB I0 അല്ലെങ്കിൽ IB ആയിരിക്കും. പിന്നെ AB ബ്ലഡ് ഗ്രൂപ്പ് ഇട്ട് AB ബ്ലഡ് ഗ്രൂപ്പിലിട്ട കോഡ് ചെയ്ത ജീൻസ് IB ആയിരിക്കും. അതിന് ആൻറ്റിജൻ Aയും Bയും ഉണ്ടാവും, പക്ഷെ ആൻറ്റിബോഡി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളതാണ് O ബ്ലഡ് ഗ്രൂപ്പ്. O ബ്ലഡ് ഗ്രൂപ്പിന് കോഡ് ചെയ്യുന്ന ജീൻസാണ് I0 അല്ലെങ്കിൽ സ്മോൾ I. അതിന് ആൻറ്റിജൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആൻറ്റിബോഡി ഉണ്ടാവും. O ബ്ലഡ് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. അത് ഏത് പേഴ്സണും ആണെങ്കിലും O ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കാൻ പറ്റും. പക്ഷേ AB ബ്ലഡ് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്, ആരുടെ നിന്ന് വേണമെങ്കിലും ബ്ലഡ് വാങ്ങാൻ പറ്റും. ഇപ്പം 3 ജീൻസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ 3 അല്ലേൽസ് വെച്ചിട്ടാണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിനെ കോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് മൾട്ടിപ്പിൾ അല്ലേൽസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. The second example for multiple alleles is rhesus or Rh blood group system. So the Rh factor is an antigenic protein present on the surface of RBC in human beings. അപ്പോൾ RBCൻ്റെ സർഫസിലുള്ള ഒരു ടൈപ്പ് ആൻറ്റിജനിക് പ്രോട്ടീൻസ് ആണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ഈ RH ഫാക്ടർ ഡിസ്കവർ ചെയ്തത് ലാൻസ്റ്റീനർ ആൻഡ് വെയ്നർ ആണ് ഓൺ ദി RBC ഓഫ് റൈസസ് മങ്കി. അപ്പോൾ റൈസസ് മങ്കിന്ന് ഡിസ്കവർ ചെയ്തത് കൊണ്ടാണ് ഇതിന് RH എന്ന് പേര് കൊടുത്തത്. അപ്പോൾ RH ഫാക്ടറിന് RH പോസിറ്റീവ് ഉണ്ട്, RH നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ RH പോസിറ്റീവ് ആണെങ്കിൽ ജീനോ ടൈപ്പ് ക്യാപിറ്റൽ R അല്ലെങ്കിൽ R സ്മോൾ r ആയിരിക്കും. നിങ്ങൾക്കറിയാം R ആണ് ഡോമിനൻറ്റ്, R കോഡ് ചെയ്യും. R സ്മോൾ r ആണെങ്കിലും R ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ റൈസസ് പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ അവർ റൈസസ് പ്രോട്ടീൻസ് ഉണ്ടാക്കും. അപ്പോൾ ഒരു RH പോസിറ്റീവ് ആയിരിക്കും. അതേ കേസ് RH നെഗറ്റീവിൻ്റെ കേസിൽ സ്മോൾ r ആയിരിക്കും. അപ്പോൾ ഒരു പ്രോട്ടീൻസ് ഉണ്ടാവില്ല. അപ്പോൾ RH പ്രോട്ടീൻസ് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ RH നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ റൈസസ് പ്രോട്ടീൻ്റെ കോഡ് ചെയ്യുന്നത് 3 അല്ലേൽസ് വെച്ചിട്ടാണ്, R1 R2 ആൻഡ് R3. അതുകൊണ്ടാണ് നമ്മൾ RHനെ എന്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്, മൾട്ടിപ്പിൾ അല്ലേൽസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ റൈസസ് പ്രോട്ടീൻ്റെ ആബ്സെൻസും കോഡ് ചെയ്യുന്നത് 3 അല്ലേൽസ് വെച്ചിട്ടാണ്, സ്മോൾ R1 സ്മോൾ R2 ആൻഡ് സ്മോൾ R3. അതുകൊണ്ടാണ് അതും നമ്മൾ മൾട്ടിപ്പിൾ അല്ലേൽസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ RH ഫാക്ടർ പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹ്യൂമൻസിൻ്റെ RBCൻ്റെ മുകളിലുള്ള ഒരു ടൈപ്പ് ആൻറ്റിജനിക് പ്രോട്ടീൻസ് ആണ് RH പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ RH പോസിറ്റീവ് ഉണ്ട്, RH നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ RH പോസിറ്റീവ് ആണെങ്കിൽ അവർ റൈസസ് പ്രോട്ടീൻസിനെ കോഡ് ചെയ്യും. റൈസസ് പ്രോട്ടീൻസ് ഉള്ളവരാണ് RH പോസിറ്റീവ് എന്ന് പറയുന്നത്. റൈസസ് പ്രോട്ടീൻ ഇല്ലാത്തവരാണ് RH നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ RH പോസിറ്റീവ് ജീനായ R-ന് 3 അല്ലേൽസ് ഉണ്ട്. R1 R1 R2 R3. RH നെഗറ്റീവിനും 3 അല്ലേൽസ് ഉണ്ട്, സ്മോൾ R1 സ്മോൾ R2 സ്മോൾ R3. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൾട്ടിപ്പിൾ അല്ലേൽസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ RH പോസിറ്റീവ് ആണെങ്കിൽ ഒന്നെങ്കിൽ R സ്മോൾ r ആയിരിക്കും, അല്ലെങ്കിൽ R ആയിരിക്കും. അപ്പോൾ അവർ എന്ത് കോഡ് ചെയ്യും, റൈസസ് പ്രോട്ടീനെ കോഡ് ചെയ്യും. അപ്പോൾ RH പോസിറ്റീവ് ആയിരിക്കും. RH നെഗറ്റീവ് ആണെങ്കിൽ സ്മോൾ r ആയിരിക്കും. അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, അതായത് പ്രോട്ടീൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആൻറ്റിബോഡീസ് ഒന്നും പ്രസൻ്റ് ആയിരിക്കില്ല. So what is the importance of RH factor? For transfusion of RH positive donor blood into RH minus recipient will causes the clumping of RBC. It causes blocking of capillaries and death, and no complication occurs in first transfusion, but subsequent transfusion causes this condition. അപ്പോൾ ABO ബ്ലഡ് ഇൻകാമ്പബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ RH പോസിറ്റീവ് പേഴ്സണിലേക്ക് RH നെഗറ്റീവ് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്താൽ, അല്ലെങ്കിൽ RH നെഗറ്റീവ് ബ്ലഡിൽ പേഴ്സണിലേക്ക് RH പോസിറ്റീവ് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലംബിങ് റിയാക്ഷൻ ഉണ്ടാവും. അതായത് RBCs ഒക്കെ ക്ലംബ് ചെയ്യും. കാരണം RH പോസിറ്റീവും RH നെഗറ്റീവ് ബ്ലഡുമാണ് ഉള്ളത്. അപ്പോൾ RBCs ഒക്കെ ക്ലംബ് ചെയ്തിട്ട് കാപ്പിലറീസ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ബ്ലോക്കായ കാപ്പിലറീസ് എന്ത് കാരണമാവും, ഡെത്തിന് കാരണമാവും. ലാസ്റ്റ് എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അല്ലേൽസ് ഈസ് കോഡ് കളർ ഇൻ റാബിറ്റ്സ്. ഇപ്പോൾ റാബിറ്റ്സിൻ്റെ കോഡ് കളറാണ്
മൾട്ടിപ്പിൾ അല്ലേഴ്സിൻ്റെ അടുത്ത എക്സാമ്പിൾ. അപ്പോൾ റാബിറ്റിലെ കോഡ് കളർ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനാണ് ക്യാപിറ്റൽ സി എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ സി ജീനിന് 4 ഡിഫറെൻ്റ് അല്ലേഴ്സ് ഉണ്ട്. സി, സി എച്ച്, സി എച്ച് ആൻഡ് സ്മോൾ സി. അതിന് സി പറയുന്നതാണ് ഫുൾ കോഡ് കളറായിരിക്കും. സി എച്ച് ചിഞ്ചില, സി എച്ച് ഹിമാലയൻ, സ്മോൾ സി ആൽബിനോ. അപ്പോൾ റാബിറ്റിൻ്റെ കോഡ് കളർ, അപ്പോൾ റാബിറ്റിൻ്റെ രോമത്തിൻ്റെ കളറാണ് മൾട്ടിപ്പിൾ അല്ലേഴ്സിൻ്റെ അടുത്ത എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്കറിയാം മുയലിനൊരു രോമക്കുപ്പായുണ്ട്. ആ രോമക്കുപ്പായത്തിന് പല കളേഴ്സ് ആയിരിക്കും. എല്ലാ മുയലിനും ഒരേ കളറായിരിക്കില്ല. അപ്പോൾ ഇത് കോഡ് ചെയ്തത് ജീൻസ് വെച്ചിട്ടാണ്. അപ്പോൾ റാബിറ്റിൻ്റെ കോഡ് കളർ കോഡ് ചെയ്യുന്ന ജീനാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാബിറ്റിൻ്റെ കോട്ട് കളറിന് കാരണമായിട്ടുള്ള ജീനാണ് സി. അപ്പോൾ ഈ സിക്ക് 4 അല്ലേഴ്സ് ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ സി, രണ്ടാമത്തത് സി എച്ച് ചിഞ്ചില എന്ന് പറയും, മൂന്നാമത്തത് സി എച്ച് ഹിമാലയൻ, നാലാമത്തത് സ്മോൾ സി ആൽബിനോ. അപ്പോൾ ഇതെങ്ങനെയാണിത് ഈ അല്ലേഴ്സ് അതിൻ്റെ എക്സ്പ്രഷനോ ഫീനോടൈപ്പിക് എക്സ്പ്രഷനോ എഫക്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 ക്യാപിറ്റൽ സി ആണെങ്കിൽ വൈറ്റ് ഹെയർ ഓവർ ദി എൻറ്റയർ ബോഡി, അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ ഓവർ ദി എൻറ്റയർ ബോഡി ആയിരിക്കും, അല്ല ഒരു ബ്രൗൺ കളർ ഓവർ ദി എൻറ്റയർ ബോഡി ആയിരിക്കും. അപ്പോൾ ദേഹം മൊത്തം ഒരേപോലെ കളറുള്ള കോട്ടായിരിക്കും ഈ ക്യാപിറ്റൽ സി റാബിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അവരുടെ ദേഹത്ത് മൊത്തം എന്തായിരിക്കും, ഒരേ കളറായിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് ഹെയർ ആയിരിക്കും ഓവർ ദി എൻറ്റയർ ബോഡി. അപ്പോൾ ഈ സ്മോൾ സി അറിയപ്പെടുന്നത് ആൽബിനോ എന്നാണ്. അതായത് വൈറ്റ് ഹെയർ ആയിരിക്കും അവർക്ക് ഉണ്ടാകുക. അപ്പോൾ കളറൊന്നും ഇല്ലാത്ത റാബിറ്റ്സ് ആണ് സ്മോൾ സി, അവർ ആൽബിനോ എന്ന് പറയും. രണ്ടാമത്തത് സി എച്ച് ഹിമാലയൻ, അതായത് ബ്ലാക്ക് ഹെയർ ഓൺ എക്സ്ട്രീമിറ്റീസ് വർ വൈറ്റ് ഹെയർ ഓവർ എവർ എൽസ്. ഇപ്പോൾ വെള്ള കളറായിരിക്കും ഈ മുയലിന്, പക്ഷേ ചെവിയുടെ അറ്റം, കാലിൻ്റെ അറ്റം, മൂക്കിൻ്റെ അറ്റം, ഇങ്ങനെ അറ്റത്തൊക്കെ ഈ ദേഹത്തിൻ്റെ അറ്റങ്ങളിലൊക്കെ ബ്ലാക്ക് ഹെയർസ് ആണ് ഉണ്ടാകുക, ബ്ലാക്ക് കളറാണ് ഉണ്ടാകുക. പിന്നെ ഉള്ളത് സി എച്ച് അതായത് ചിഞ്ചില, അവർക്കും വൈറ്റ് ഹെയർ ആയിരിക്കും ഉണ്ടാകുക, പക്ഷേ ബോഡീൻ്റെ അറ്റങ്ങൾക്കൊക്കെ കറുത്ത കളറാണ് ഉണ്ടാകുക. അടുത്തതാണ് സി പ്ലസ് അതായത് വൈൽഡ് ടൈപ്പ്, അവർക്ക് കളേർഡ് ഹെയർ ഓവർ ദി എൻറ്റയർ ബോഡി ആയിരിക്കും. അപ്പോൾ റാബിറ്റിൻ്റെ കോട്ട് കളർ അല്ലെങ്കിൽ റാബിറ്റിൻ്റെ കുപ്പായത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനാണ് ക്യാപിറ്റൽ സി. അതിന് 3 അല്ലേഴ്സ് ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ സി, രണ്ടാമത്തത് സി എച്ച് ചിഞ്ചില അല്ലെങ്കിൽ സി എച്ച് ഹിമാലയൻ, അല്ലെങ്കിൽ സ്മോൾ സി ആൽബിനോ. ഇതിൽ സ്മോൾ സി വന്നു കഴിഞ്ഞാൽ ആൽബിനോ എന്ന് വെച്ചാൽ എന്താണ്, വൈറ്റ് കളർ രോമമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് വൈറ്റ് കളറിലാണ് അവരുടെ രോമം ഉണ്ടാകുക, വേറെ ഒരു കളറും അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ആൽബിനോ എന്ന് പറയുന്നത്. പിന്നെയുള്ള സി എച്ച് ഇതിന് വെള്ള കളറായിരിക്കും മുയലിന്, പക്ഷേ ബോഡിയുടെ അറ്റങ്ങൾക്കൊക്കെ കറുപ്പ് കളറായിരിക്കും. ഇതേപോലെ തന്നെയാണ് സി എച്ച് എന്ന് പറയുന്ന ചിഞ്ചിലയ്ക്കും ഹിമാലയൻ മുയലിനും വെള്ള ശരീരമായിരിക്കും, പക്ഷേ എക്സ്ട്രീമിറ്റീസൊക്കെ കറുപ്പ് കളറായിരിക്കും. പിന്നെയുള്ളതാണ് സി പ്ലസ് വൈൽഡ് ടൈപ്പ് മുയൽ, അല്ലെങ്കിൽ കാട്ടിൽ കാണുന്ന കാട്ടുമുയൽ. അപ്പോൾ ഇതിന് ഒരു കളറുണ്ട്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ പിന്നെ ഗ്രേ കളറൊക്കെ ഉണ്ട്. അപ്പോൾ കളേർഡ് ഹെയർ ആയിരിക്കും ഇതിനുണ്ടാകുക, എൻ്റയർ ബോഡിയിലും കളർ ഹെയർ ഉണ്ടാവും. ഇതാണ് മൾട്ടിപ്പിൾ അല്ലേഴ്സിൻ്റെ എക്സാമ്പിൾ. 3 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഒന്ന് ഹ്യൂമൻ ബ്ലഡ് ടൈപ്പ്, രണ്ടാമത്തത് RH ഫാക്ടർ, മൂന്നാമത്തത് കോഡ് കളർ ഇൻ റാബിറ്റ്. താങ്ക് യു.